എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ്. സീരിയസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വിചാരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ പരിപാടി പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ ഒറിജിനൽ ഞാനല്ല. ഒറിജിനൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മക്കളെ, അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിന് നമ്മുടെ കൂടെ ഉള്ളത് ആരാന്നറിയോ? നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഷിബുമോൻ 2.0 ആണ്. അപ്പോൾ നമ്മുടെ ഷിബുമോൻ മുമ്പുണ്ടായിരുന്ന ഷിബുമോൻ നമ്മുടെ ഒരു ഫാൻ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ തല രണ്ടായി ഛേദിക്കപ്പെട്ട് നമ്മൾ വിട്ടുപോയി. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പുതിയ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഷിബുമോൻ 2.0 ആണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന കണ്ണാടിയിൽ ഈ ഒരു കണ്ണാടി വെച്ചിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിന് നമ്മുടെ ഷിബുമോൻ്റെ മേത്തേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സൂര്യപ്രകാശം നേരെ ഷിബുമോൻ്റെ മേത്ത് വന്ന് നിൽക്കുമ്പോൾ ഷിബുമോന് സർവൈവ് ചെയ്യാൻ പറ്റുമോ, കത്തിപ്പോവാതെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഷിബുമോൻ്റെ മേത്ത് നമ്മൾ അടിക്കാൻ പോകുന്നത് ഏകദേശം 30 ഗ്ലാസുകൾ വെച്ചിട്ടുള്ള പ്രകാശമാണ്. അപ്പോൾ നമ്മൾ ഷിബുമോനെ എന്താണ് പറ്റാൻ പോവുക, ഷിബുമോൻ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കളെ, അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമ്മുടെ പണികളൊക്കെ തുടങ്ങിയാലോ. എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കസേരകൾ കുറച്ച് വേണം. ഏകദേശം ഒരു 30 കസേര നമുക്ക് വേണം. അത് നമുക്ക് നിരത്തി വെക്കാനുള്ളതാണ്. അപ്പം ഇനി അടുത്ത പരിപാടി, നമ്മൾ കൊണ്ടുവന്ന കസേരയൊക്കെ നമുക്കൊന്ന് ഇവിടെ നിരത്തി വെക്കണം കേട്ടോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കൂലേ, അതുപോലെ മൊത്തം നിരത്തി കൊടുക്കാണ്. 30 കസേര ഉണ്ട്, 30 കസേര. മോനെ എവിടേക്കാ? ഇവിടെ. അങ്ങനത്തെ ഏകദേശം 30 കസേരയും നമ്മളിവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കസേരകളിലെല്ലാം നമുക്ക് ഗ്ലാസ് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാക്കാനുള്ളതാണ്. നോക്കിയാൽ 30 കസേര അങ്ങോട്ട് നിവർത്തിയിട്ടേക്കാണ്. ഇനിയാണ് നമ്മളുടെ ഗ്ലാസ് നമ്മൾ എടുത്തു കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സ്പെരിമെൻറ്റിന് വേണ്ട 30 ഗ്ലാസ്സുകൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഗ്ലാസ്സുകൾ ഓരോന്നായിട്ട് ഇനി അവിടെ ചെയറുമേക്ക് സെറ്റ് ചെയ്യാണ്. ചെയറിൻ്റെ ബാക്ക് സൈഡ് കാണുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ചില്ലുകളായിട്ട് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി ഇങ്ങനെ ചാരി വെക്കുകയാണ്. കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മറയിലായിരിക്കുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് വെറുതെ റഫായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. അതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് വിരിച്ച് വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം നമ്മൾ കസേരമ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 30 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ 30 ഗ്ലാസും ചാരി വെച്ചേക്കാണ്. ഇതെല്ലാം ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷിബുമോൻ്റെ മേത്തേക്കാണ്. ഷിബു ഇപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സൂര്യൻ ഇപ്പോൾ ഒരു മേഘത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ട്രാപ്പായി കിടക്കുകയാണ്. അതിനുള്ളിൽ നമുക്കിതൊക്കെ മൊത്തം തുടച്ചെടുക്കണം. നല്ല വെയിൽ വരും. ആ സമയത്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊത്തം തുടച്ച് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നോ അത്രത്തോളം റിസൾട്ട് കൂടും കേട്ടോ. അങ്ങനെ മച്ചാമാരെ, നമ്മളുടെ ഷിബുമോൻ ഇനി കത്താൻ പോകുന്ന സമയമാവാനായിട്ട് പോവാണ്. അപ്പോൾ ഷിബുമോനെ ഗ്ലാസ്സുകൾ വെച്ച് ഫോക്കസ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നോക്കിയത് ഈ കാണുന്ന ഓരോ ഗ്ലാസ്സുകളും ഇനി ഷിബുമോൻ്റെ നേരേക്ക് ഫോക്കസ് ചെയ്ത് വരാനുള്ളതാണ്. മക്കളെ, ഓരോരുത്തരും ഒരു 6 ഗ്ലാസ് വെച്ച് പോയി സെറ്റ് ചെയ്തോട്ടാ. അപ്പോൾ എല്ലാവരും ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി സൂര്യപ്രകാശത്തിന് ഇതുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തിനെ നമ്മുടെ ഷിബുമോൻ്റെ മേത്തേക്ക് ആക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഇനി മക്കളെ തുടങ്ങാൻ നമ്മുടെ ഫോക്കസിങ് റെഡി അല്ല? ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ് വെച്ചാണ് ഫോക്കസ് ചെയ്യാൻ. മോനെ തുടങ്ങിക്കോ. അപ്പോൾ നമ്മുടെ ഷിബുമോൻ്റെ ബോഡിയിലേക്ക് നമ്മൾ ഓരോ ഗ്ലാസ്സുകളായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. മനസ്സിലാവണ്ട? ഷിബുമോന് കരിയൂല. ഷിബു ചൂടെടുക്കണ്ടടാ. പ്രവീണേ, നീ അതിന്റെ ബാക്കിൽ നീ കത്തിപ്പോട്ടാ. കഴിഞ്ഞ അവിടെ എന്താ അത് കത്താത്തെ? പ്രവീണേ, ഷർട്ടിന്റെ കളർ ബ്ലാക്ക് ആവാത്തോണ്ടാണ്. ബ്ലാക്കിലല്ലേ കൂടുതൽ അബ്സോർവ് ചെയ്യാൻ. നോക്കിയേ,
ക്യാമറയിൽ നോക്കുമ്പോൾ ഇതിൽ വില കാണാൻ പറ്റണ്ട. പുകഞ്ഞ് വേറൊരു കളറല്ലേ ഇക്കടെ. ഓ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ? എനിക്ക് വേറെ വെള്ള കളറൊക്കെ ആയിട്ടാണ് തോന്നണേ. ആവിയനുണ്ട് പക്ഷെ കത്തണല്ല. എവിടെ ഇല്ല ചെറുതായിട്ട് പോകണ്ട. എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ കണ്ണടിച്ചു പോയി തോന്നുന്നു. പുകമുണ്ട് പക്ഷെ ഇത് കത്തണല്ല. എടാ തണ്ണിമത്തം എന്തിട്ട് പോടാടാ. നമ്മൾ ഇതിൽ ഒരു മണ്ടത്തരം ചെയ്തു കൂട്ടാ. നമ്മൾ ഈ സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഷർട്ടാണ് നമ്മൾ ഇട്ടായിരുന്നെങ്കിൽ ഇച്ചിരി നല്ല റിസൾട്ട് കിട്ടും തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എയിം ബോർഡ് സെറ്റ് ചെയ്തേക്കാണ്. അതായത് ഇതിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടുക്ക് വെച്ചിട്ട് ഇതുമേക്കാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഷിബുമോനെ കത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തോ ഒരു ചെറിയ പാളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലൈറ്റും നമ്മൾ ഡിസെൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോരുത്തരായിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഈ സാധനം വെച്ചിട്ട് എയിം ബോർഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ എയിം ബോർഡ് ഇവിടെ വെക്കാൻ പോവാണ്. ഇതുമേക്കാണ് ഇനി നമ്മൾ ഇവിടെ തൊടാൻ പറ്റണ ഭയങ്കര ചൂടാ. അപ്പോൾ അത് എയിം ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് തുടങ്ങുകയാണ്. ബാ മക്കളെ എടാ തുടങ്ങിക്കോ പരിപാടി. സെറ്റിങ് പുകയുണ്ടോ അവിടെ? പുകഞ്ഞു തുടങ്ങിന്നോണ്. ആ അങ്ങോട്ട് ചെന്നേ. പുകഞ്ഞു തുടങ്ങിയില്ലേ? ഇപ്പഴേ പുകഞ്ഞു തുടങ്ങിന്നോണ്. കത്തിടാ. പക്ഷെ പേപ്പർ മാത്രോ കത്തിയത്? അല്ലല്ല, ഷിബുമോൻ കത്തി. ഷിബുമോൻ അയ്യോ എന്റെ കണ്ണാടിയാണ്. കണ്ണാടി അയ്യോ പോയേ. അയ്യോ പോയേ. കണ്ണാടി പോയേ. ഇല്ലടാ നമ്മളെ വിട്ടുപോയി. ഗോപ്രോ അല്ലേ നീ തട്ടിക്കളഞ്ഞത്? അങ്ങനെ മക്കളെ അതേ നോക്കിയേ, നമ്മുടെ ഇത്രയും ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടി ഷിബുമോൻ നിന്ന് കത്താണ്. ഇവിടെ തണ്ണിമത്തം വെന്തത് കഴിക്കണ്ടോടാ. സംഭവം സക്സസ് ആയി മക്കളെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഷിബുമോനെ നമ്മൾ ഇത്രയും ഗ്ലാസ് കൊണ്ട് കത്തിച്ചേക്കാണ്. ആനന്ദ നൃത്തമാടാം, അപ്പൊ നീ കണ്ട ഈ കാണുന്ന ഗ്ലാസുകളിൽ ഓരോന്നും വെച്ച് നമ്മൾ ഷിബുമോനെ ഇന്ന് കത്തിച്ചേക്കാണ്. ഷിബുമോൻ 2.0 അങ്ങനെ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ഡ്രോൺ കാണുന്നുണ്ടോ? ഷിബുടെ നിന്ന് കത്താണല്ലേ പ്രേണേ. ഷിബുവും പോയി കണ്ണാടിയും പോയി. നീ ഞങ്ങളെ വിട്ടു പോകുന്നു ഞാൻ ഒരുമിച്ച് ഒരിക്കലും വിചാരിച്ചില്ലടാ. ഷോ അയ്യോ ഷിബു നിന്ന് കത്തടാ. ഷിബു മോനെ നീ ഞങ്ങളെ വിട്ടു പോയല്ലടാ. അപ്പൊ മനസ്സിലായില്ലേ, നമ്മുടെ മിറർ വെച്ചും നമുക്ക് കത്തിക്കാൻ പറ്റും നമ്മുടെ ഷിബു മോനെ. അങ്ങനത്തെ നമ്മളുടെ എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിപ്പിക്കാൻ നേരായിക്കാണ്. അപ്പോൾ നമ്മുടെ ഷിബുമോൻ 2.0 ഇനി ആകെ ഈ ഒരു തല മാത്രമേ ബാക്കിയുള്ളൂ. തല എന്ന് വെച്ചാൽ നമ്മുടെ തണ്ണിമത്തൻ. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ സക്സസ് ആണ്. അപ്പോൾ പണ്ട് ഒരു കാലത്ത് പഴയ കാലത്ത് ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ല, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആർക്കിമിഡീസ് ഒരു കപ്പൽ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്നും ഇതുപോലെ മിറർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തായിരുന്നു കടലിൽ കടന്നിരുന്ന കപ്പലുകളെ ആർക്കിമിഡീസ് കരയിൽ നിന്ന് കത്തിച്ചത്. അത് പണ്ടങ്ങ് രാജഭരണകാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം കൂടിയാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. അതായത് സൂര്യപ്രകാശത്തെ പല മിററുകൾ യൂസ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ചൂട് ഒരു പോയിന്റിൽ ഒറ്റ സ്ഥലത്ത് എത്തിച്ച് നിർത്തിയപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കൂടി അങ്ങനെ അത് കത്തിയാണ് ചെയ്തത്. അപ്പോൾ ലെൻസ് വെച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. പാരാബോളിക് ട്രഫിൽ മിറർ ഒട്ടിച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. പല മോഡലുകളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാർ ഇത് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.